നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. തെർമോഡൈനാമിക്സ് എന്ന 12ാം അധ്യായത്തിന്റെ 7ാമത്തെ ക്ലാസ് ആണിന്ന്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ ഹീറ്റ് എഞ്ചിനുകളെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനായ കാർനോട്ട് എഞ്ചിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എഫിഷ്യൻസിയും ചർച്ച ചെയ്തു. ഏതാനും പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തു. വീഡിയോ ക്ലാസ്സുകൾ കാണാത്തവർ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സ് ഹീറ്റ് എഞ്ചിനായ റെഫ്രിജറേറ്ററിനെ കുറിച്ചാണ്. എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ഇൻ ദി റിവേഴ്സ് ഡിറക്ഷൻ ഈസ് എ റെഫ്രിജറേറ്റർ ഓർ എ ഹീറ്റ് പമ്പ്. റെഫ്രിജറേറ്ററിലെ കോൾഡ് റിസർവോയർ എന്നാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന ആഹാര സാധനമാണ്. ആഹാര സാധനത്തിലെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് റിസർവോയർ ആയ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് ഫുഡ് ആൻഡ് ഐസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോൾഡ് റിസർവോയർ ആൻഡ് ദി സറൗണ്ടിങ്സ് ആക്ട് ആസ് ഹോട്ട് റിസർവോയർ. Work is done by an electric motor and freon is CCl2F2 is used as a working substance. Schematic representation നോക്കിക്കൂടുക, ആരോ മാർക്കും ശ്രദ്ധിക്കുക. റെഫ്രിജറേറ്ററിൽ നടക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഇൻ എ റെഫ്രിജറേറ്റർ the working substance absorbs an amount of heat Q2 from the cold reservoir at a temperature T2. An amount of work W is done on it by some external agency. External agency എന്നാൽ ഉദ്ദേശിക്കുന്നത് a compressor pump driven by an electric motor. ഒരു മോട്ടറാണ് നമ്മുടെ ആഹാര സാധനത്തിൽ നിന്നുള്ള ഹീറ്റ്, എക്സ്ട്രാ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിനെ ഹോട്ട് റിസർവോയർ ആയ സറൗണ്ടിങ്സിലേക്ക് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻ എമൗണ്ട് ഓഫ് വർക്ക് W ഈസ് ഡൺ ഓൺ ഇറ്റ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി മീൻസ് എ compressor pump driven by an electric motor and rejects a larger quantity of heat Q1 to the source at a temperature T1. This is shown in the schematic representation of a refrigerator. ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഈറ്റ പറയുന്നത് പോലെയാണ് റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഡിഫൈൻ ചെയ്യുന്നത്. The coefficient of performance of a refrigerator alpha may be defined as the ratio of the amount of heat removed Q2 per cycle to the mechanical work W required to be done on it. Food stuffil നിന്നും quantity of heat Q2 remove ചെയ്യാൻ ആവശ്യമായിട്ടുള്ള work done അതിന്റെ റേഷ്യോ പറയുന്നതാണ് coefficient of performance alpha. Okay, alpha is given by the equation alpha equal to Q2 divided by W. In terms of the temperatures of the hot reservoir and the cold reservoir, alpha equal to T2 divided by T1 minus T2. Also, alpha equal to Q2 divided by Q1 minus Q2. Okay. Let us see the working cycle of a refrigerator. In refrigerator, the working substance is a gas, freon, CCl2F2. In the freon gas ആണ് working substance. Step 1. The gaseous working substance is converted into vapor liquid mixture at lower temperature T2. Step 2. The cold fluid absorbs heat from the region to be cooled. അതായത് ഫുഡ് സ്റ്റഫിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്യും and convert it into vapor. Step 3. The vapor is heated by external work. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്തിട്ട് വേപ്പറിനെ ഹീറ്റപ്പ് ചെയ്യും. Step 4.
the vapor release heat to the surroundings and then comes to the initial temperature T2. So finally, the vapor is compressed isothermally in contact with the surroundings. The vapor releases heat Q1 equal to Q2 plus W to the surroundings and returns to the initial state. Here W is the work done on the gas per cycle. Efficiency of heat engine E-time, coefficient of performance of a refrigerator ആൽഫയും പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഒന്നിനേക്കാൾ കൂടില്ല. ബട്ട് ആൽഫ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, നമ്മൾ നീട്ടിപ്പരത്തി റെഫ്രിജറേറ്റർ എന്നൊന്നും പറയാറില്ല അല്ലേ. ഫ്രിഡ്ജ് എന്നാണ് പറയുക. എന്താണ് റെഫ്രിജറേറ്ററും ഫ്രിഡ്ജും തമ്മിലുള്ള ബന്ധം? ആദ്യത്തെ റെഫ്രിജറേറ്റർ കമ്പനിയാണ് അത്ര ഫ്രിഡ്ജ്. പിന്നെ സാർവത്രികമായി ഫ്രിഡ്ജ് എന്ന് ഉപയോഗിച്ച് തുടങ്ങി എന്നേ ഉള്ളൂ. എവിടെയോ ഞാൻ കേട്ടതാണ്. ഒരു കാര്യം കൂടി, ഫ്രിഡ്ജ് എപ്പോഴും ഡീഫ്രോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ, ഓഫ് ചെയ്തിടാറുണ്ട് ഇടയ്ക്ക് ഐസിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഡീഫ്രോസ്റ്റിംഗ് നെസസറി ആണെന്ന് പറയുന്നത്? വൈ ഈസ് ഡീഫ്രോസ്റ്റിംഗ് ഓഫ് എ റെഫ്രിജറേറ്റർ നെസസറി? ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമ്പോഴേക്കും കോൾഡ് റിസർവോയറിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കൂടുതൽ ഐസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ T1 എന്ന് പറയുന്നത് ഹോട്ട് റിസർവോയറിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് T1 മൈനസ് T2 അത് കൂടുതലായിരിക്കും. T1 മൈനസ് T2 കൂടുതലായി കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ കുറയും, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കുറയും. ബീറ്റ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ബീറ്റ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് വെച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ബീറ്റ ഈക്വൽ ടു T2 ബൈ T1 മൈനസ് T2 അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു T2 ബൈ T1 മൈനസ് T2. അപ്പോ പെർഫോമൻസ് കൂടുതലായിരിക്കണമെന്നുണ്ടെങ്കിൽ T1 മൈനസ് T2 കുറഞ്ഞിരിക്കണം. ഡീഫ്രോസ്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ T1 മൈനസ് T2 കൂടുതലാവും. അപ്പോ ഫ്രിഡ്ജിന്റെ പെർഫോമൻസ് കുറയും. ഓക്കെ, അപ്പൊ ഫുഡ് സ്റ്റഫില് ഐസിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീഫ്രോസ്റ്റിംഗ് നെസസറി ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും T2ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ T2 എന്ന് പറയുന്നത് കോൾഡ് റിസർവോയർ ആണ്. ഏതാണ് കോൾഡ് റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഫുഡ് ആൻഡ് ഐസ്. അതാണ് കോൾഡ് റിസർവോയർ എന്ന് പറയുന്നത്. നമ്മൾ വെക്കുന്ന ഫുഡ് സ്റ്റഫാണ് കോൾഡ് റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ ഹോട്ട് റിസർവോയർ സറൗണ്ടിങ്സ് ആണ്, അറ്റ്മോസ്ഫിയർ ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രിയോൺ ആണ്. ഓക്കെ, ഫ്രിയോൺ ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. നമ്മൾ സാധാരണ ഫ്രിഡ്ജ് സൂക്ഷിക്കാറുള്ളത് ഒരു ക്ലോസ്ഡ് ചേംബറിലാണ് അല്ലെ, ക്ലോസ്ഡ് റൂമിലാണ്. ഫോർ എക്സാമ്പിൾ കിച്ചൺ. ഈ കിച്ചനെ തണുപ്പിക്കാൻ റെഫ്രിജറേറ്ററിന്റെ ഡോറ് കുറെ നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഉത്തരം ഇല്ല എന്നാണ്. കാരണം ഒരു റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡോറ് തുറന്നിട്ട് കഴിയുമ്പോൾ കോൾഡ് റിസർവോയറായിട്ട് ആക്ട് ചെയ്യുന്നത് അതിരിക്കുന്ന റൂമാണ്. അവിടെ നിന്ന് Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതില് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്തിട്ട് Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിരുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുക. റൂം കൂടുതലായിട്ട് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും.
Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് അതിരിക്കുന്ന സറൗണ്ടിങ്സ് ആയിട്ടുള്ള കിച്ചണിലേക്ക് തന്നെയാണ്. അങ്ങനെ ഈ മോട്ടർ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഫ്രിഡ്ജിന്റെ പെർഫോമൻസ് കുറയും. ഫ്രിഡ്ജ് കൂടുതൽ ചൂടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റൂമും Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്രിഡ്ജിരിക്കുന്ന സറൗണ്ടിങ്സ് ആയിട്ടുള്ള റൂമും കൂടുതൽ ഹീറ്റഡ് അപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം, എന്നാലേ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കുകയുള്ളൂ. അകത്തിരിക്കുന്ന ഭക്ഷ്യവസ്തു തണുത്ത് തന്നെ കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ ഡോർ എല്ലായ്പ്പോഴും ക്ലോസ് ചെയ്തിടേണ്ടത് ആവശ്യമാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് എല്ലായ്പ്പോഴും ക്ലോസ് ചെയ്തിടേണ്ടത് ആവശ്യമാണ്. ഹോപ്പ് യു ആർ ക്ലിയർ. ഞാനിതൊന്ന് ചോദ്യവും ഉത്തരവും വായിക്കാം. If the door of a working refrigerator is kept open for a long time in a closed room, will it make the room warm or cool? Answer: a kitchen cannot be cooled by leaving the door of a refrigerator open. Rather, it will get slightly heated. When the door of the refrigerator is kept open, refrigerator now extract heat from the kitchen room because the kitchen room acts as the cooling chamber or the cold reservoir. Then work is done on it by the electric motor and the total energy is rejected to the room because now the room is acting as the surroundings. Q1 quantity of heat is rejected to the surroundings. Thus, the work done by the motor gets added to the room, so it gets heated. Hope you are clear. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാനും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിച്ച് ലോ ഫോർബിഡ്സ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ വർക്ക്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയെ മുഴുവനായും വർക്കാക്കി മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതാണെന്ന് ചോദ്യമുണ്ടായിരുന്നു. ഉത്തരം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. അന്നേരം അതിന്റെ സ്റ്റേറ്റ്മെന്റും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ അന്നേരം പറഞ്ഞിട്ടുള്ളൂ. 2 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഗെറ്റ് എ continuous supply of work from a body or engine which can transfer heat with a single heat reservoir. ഓക്കെ, നമുക്ക് ഒരു സിംഗിൾ ഹീറ്റ് റിസർവോയർ വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് സാധ്യമല്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്കറിയാം 2 റിസർവോയറുകളാണുള്ളത്, കോൾഡ് റിസർവോയറും ഹോട്ട് റിസർവോയറും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ എബോവ് സ്റ്റേറ്റ്മെന്റ് മീൻസ് ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു വർക്ക് ഇറ്റ് നീഡ് 2 reservoirs, the source and the sink. This means all heat energy cannot transfer into external work done. That is 100% efficiency is never possible for an engine. Okay, നമ്മുടെ എൻജിൻ പറയുമ്പോഴത്തേക്കും Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1, അതാണ് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ പറയുന്നത്. Q1 മൈനസ് Q2 ബൈ Q1 എന്ന് പറയുമ്പോൾ Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതാണ്. ആ Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ Q1 മൈനസ് Q2 ബൈ Q1 ഒരു കാരണവശാലും 100% അല്ലെങ്കിൽ 1 ആവുകയില്ല. Q1 ബൈ Q1 എന്ന് വന്നാൽ മാത്രമേ എന്താവുള്ളൂ? 1 എന്ന് വരികയുള്ളൂ. ആ Q2 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് വരില്ല? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരു എഞ്ചിനും 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടിയുണ്ട്, അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മേക്ക് ഹീറ്റ് ഫ്ലോ ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ഓൺ ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എപ്പോഴും
എന്താ പറയാ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ടാങ്കിൽ വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ T1 എന്ന് പറയുന്ന റിസർവോയറിൽ നിന്നും താഴേക്കുള്ള സിങ്കായിട്ട് ആക്ട് ചെയ്യുന്നത് താഴേക്ക് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും സിങ്കായിട്ട് ആക്ട് ചെയ്യുക. മുകളിലിരിക്കുന്നത് സോഴ്സ് ആയിരിക്കും. സോഴ്സിൽ നിന്നും സിങ്കിലേക്കാണ്, ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് നാച്ചുറൽ ആയിട്ടുള്ള എനർജി ഫ്ലോ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ താഴത്ത് നിന്ന് വെള്ളം മുകളിലേക്ക് അടിച്ചു കയറ്റണമെന്നുണ്ടെങ്കിൽ മോട്ടോർ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്ക് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ വർക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റില്ല, 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻജിൻ പോസിബിൾ അല്ല. ഓക്കെ, കുറെ ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റേജ് ഉണ്ടാവും. മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴും ഹീറ്റ് എനർജി വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് ഹീറ്റ് ഫ്ലോ ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. താഴത്തെ ലോവർ പൊട്ടൻഷ്യലിലുള്ള വെള്ളം അതിനെ നമുക്ക് ടാങ്കിന്റെ മുകളിലേക്ക് അടിച്ചു കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ വിതൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ഓൺ ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും പിന്നെ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുക. അല്ലെങ്കിൽ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്കായിരിക്കും ടെമ്പറേച്ചർ കാരണം ഹീറ്റ് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ അല്ലാതെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി, എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മുടെ ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി തെർമോഡൈനാമിക്സിലെ ഡിസ്കഷൻ തൽക്കാലം നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും കുറെ കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.